കഴിഞ്ഞ ദിവസമായിരുന്നു മാതൃഭൂമിയുടെ മനോരമയുടെയും പത്രമാധ്യമങ്ങളുടെ എല്ലാം സർവേ പുറത്തേക്ക് വരുന്നത്. അമ്പലപ്പുഴയിൽ എന്താണ് അവസ്ഥ? ഈ ധർമ്മടത്തെ അവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു, അല്ലെങ്കിൽ അവിടത്തേക്ക് ഭൂരിപക്ഷം എന്താണെന്ന് അറിഞ്ഞു. അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഏറ്റുമുട്ടാൻ പോകുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെ ആ ഒരു ഫൈറ്റ് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു സർവേയിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു വശത്ത് സർക്കാർ പറയുന്നു, ശ്രീ പിണറായി വിജയൻ പറയുന്നു GS എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയമേ അല്ല. പക്ഷേ സർവേ എന്താണ് പറയുന്നത്? സുധാകരൻ അവിടെ ഒരു വിഷയമാണോ? അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുതിർന്ന സീനിയർ മാധ്യമങ്ങൾ പുറത്തുവിട്ട 2 പോളുകളാണ്. അതിലൊന്ന് മനോരമ പുറത്തുവിട്ട ഒരു പോളിൽ പറയുന്നത് അവിടെ സുധാകരന് പകരം H സലാം അവിടെ ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. അതായത് ഒരു 3% മുകളിൽ നമ്മൾ ഈ സാമ്പിൾ സർവേ എടുക്കുന്ന സമയത്ത് ആ സാമ്പിൾ സർവേയിൽ ഇത്ര പേഴ്സൻറ്റേജുകളായിട്ടായിരിക്കും നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഒരു 1000 സാമ്പിൾ സർവേ അല്ലെങ്കിൽ 2000 സാമ്പിൾ സർവേ എടുക്കുക, എത്ര ആനുപാതികമായിട്ട് ഓരോ ആളുകൾക്കും അനുകൂലമായിട്ട് വരുന്നു, അതിനനുസരിച്ചാണ് ആ സർവേയുടെ ഒരു വിജയം പ്രഖ്യാപിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളുണ്ടെങ്കിൽ ആ 8 പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു 5, 10, 20 ആയിട്ട് സാമ്പിളുകൾ ശേഖരിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ മുഴുവൻ ഫലവും ആ സർവേ ആ മണ്ഡലത്തിന്റെ ഒരു പൾസായിട്ട് കാണിക്കുക. ഇതാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമ്പലപ്പുഴയിൽ ഒരു സാമ്പിൾ സർവേ എടുത്തതിൽ ഒരു 3% മുൻതൂക്കം സലാമിന് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ സർവേയിൽ അവിടെ UDF വിജയിച്ചു വരും, അതായത് സുധാകരൻ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഏകദേശം 47.70% വോട്ട് ഷെയറും സുധാകരൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. LDFന് അവിടെ 41% വോട്ട് ഷെയർ മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, അവിടെ NDAയുടെ ഒരു വോട്ട് ഷെയർ 10% കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ 17% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പം BJPയുടെ വോട്ടുകൾ സുധാകരനിലേക്ക് പോകുമോ എന്നുള്ളൊരു സൂചന ചിലപ്പോൾ അവിടെ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷ് വരെ പറഞ്ഞത് സുധാകരൻ അവിടെ പ്രശ്നമല്ല, ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും സുധാകരനെ ഞങ്ങൾ അമ്പലപ്പുഴയിൽ തോൽപ്പിക്കും. കാരണം അമ്പലപ്പുഴയെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് അത്രയ്ക്ക് വിഷയമുള്ള ഒരു വിഷയമാണ് സുധാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി. അതായത് ഒരു രക്തസാക്ഷി കുടുംബമാണ്. ഭുവനേശ്വർ എന്ന് പറയുന്ന സുധാകരന്റെ സഹോദരൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് രക്തസാക്ഷ്യം. തീർച്ചയായും അവർക്കൊരു വെല്ലുവിളിയായിരിക്കും. GS വിജയിക്കുകയാണെങ്കിൽ, GS നിയമസഭയിലേക്ക് എത്തുകയാണെങ്കിൽ അവർക്ക് GSനെ നേർക്ക് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട്. ആലപ്പുഴയിൽ ഒരു കോക്കസ് ആണ് തീരുമാനിക്കുന്നത്. അതായത് ഒരു കോക്കസ് മദ്യം, മയക്കുമരുന്ന്, ലഹരി, മണല് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു മാഫിയ സംഘമാണ് ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പം നയിച്ചുകൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ കോക്കസുകൾ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളായിട്ട് ഇവർ മാറി. ഇതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും. ഗുണ്ടകളെ വളർത്താൻ വേണ്ടി മാത്രമായിട്ടാണ് ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത് എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് സുധാകരനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാം. അവിടെ ഒരു വോട്ടിന് സുധാകരൻ വിജയിക്കുകയാണെങ്കിൽ പാർട്ടി മറുപടി പറയണം, പിണറായി വിജയൻ മറുപടി പറയണം, MP ഗോവിന്ദൻ മാഷ് മറുപടി പറയണം, ഇവരെല്ലാം മറുപടി പറയേണ്ടതുണ്ട്. അതാണ് ആലപ്പുഴയെ സംബന്ധിച്ചൊരു ചിത്രം. പക്ഷേ ശ്രീ പിണറായി വിജയനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് സംസാരിച്ചതല്ല. സുധാകരൻ പോകാൻ പോകുന്നത് ചെളികുണ്ടിലേക്കാണ്. പാർട്ടിയെ മറന്ന് അല്ലെങ്കിൽ പാർട്ടിയെ എതിർത്ത് പോയവരൊക്കെ ചെളികുണ്ടിൽ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ GSനെ ഞങ്ങളൊരു എതിരാളിയായിട്ടൊന്നും കാണുന്നില്ല. പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും എൻഡ് ഓഫ് ദ ഡേ പാർട്ടിയാണ് വലുത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അണികളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ജനങ്ങളാണെങ്കിലും പാർട്ടിക്കൊപ്പമായിരിക്കും നിൽക്കുന്നത്. അതിലൊരു GS എന്നൊന്നും പേരുകളൊന്നും അല്ലെങ്കിൽ അതിലൊരു പ്രാധാന്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ശ്രീ പിണറായി വിജയൻ അമ്പലപ്പുഴയിലേക്ക് അല്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പോളിംഗ് ശതമാനം എടുക്കുകയാണെങ്കിലും ഇതൊരു ഭൂരിപക്ഷത്തിന്റെ ഒരു പോളിംഗ് അല്ല. അതാണ് സർക്കാർ പറയുന്നത്. പോളിംഗ് ലിസ്റ്റുകളോട് ഞങ്ങൾ അധികം
പ്രതികരിക്കുന്നില്ല. കാരണം ഇപ്പോൾ പത്തനാപുരത്തിന്റെ പോളിംഗ് നോക്കുന്ന സമയത്ത് ഗണേഷ് കുമാർ ജയിക്കുമെന്നാണ് കാണുന്നത്. അതേപോലെ വിവിധ ഇടങ്ങളിലെ പോളിംഗ് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർക്കൊക്കെയാണ് ജയം കാണുന്നത്. അതും 4-5% ഭൂരിപക്ഷത്തിലാണ് ആൾക്കാർ ജയിക്കുന്നത്. ഈ 4-5% എന്നൊക്കെ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. ഒരു ഭൂരിപക്ഷത്തിന്റെ പോളുകളല്ല ഈ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോളിംഗിനെ പറ്റിയിട്ടൊന്നും അധികം ആൾക്കാർ ഓക്കെ പോളിംഗ് കണ്ടപ്പോൾ ഞങ്ങളായിരിക്കും ജയിക്കുന്നത് അത്തരത്തിലൊന്നും പറയാത്തത്. അതുകൊണ്ടാണ് ഇതിനു മുൻപുള്ള ഇലക്ഷൻ പോളുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുമെന്നായിരുന്നു കഴിഞ്ഞ മനോരമയിൽ തന്നെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് അവര് കഴിഞ്ഞ പ്രാവശ്യം തോൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള 10-21 പേര് ഇപ്രാവശ്യം നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. കഴിഞ്ഞ 2021 കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുമെന്ന രീതിയിലാണ് പോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോളുകൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴത്തേക്കും വീണ്ടും രണ്ടാം ഘട്ട പിണറായി സർക്കാർ വരുന്ന ഒരു രീതിയിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പോളുകൾ ഒരു വിഭാഗം മാത്രം അവരുടെ നിലപാടുകളാണ്. പക്ഷേ അമ്പലപ്പുഴയെ പറ്റി പറയുകയാണെങ്കിൽ അമ്പലപ്പുഴയിലെ CPM-ന്റെ നിലപാട് എങ്ങനെ ഏത് വിധേനയും ഇനിയിപ്പോ വോട്ട് ഭൂരിപക്ഷം അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചിട്ടാണെങ്കിലും ശരി GS-നെ തോൽപ്പിക്കുക, മറ്റു ധർമ്മടത്ത് തോറ്റാലും ശരി അമ്പലപ്പുഴയിൽ ഞങ്ങൾക്ക് ജയിക്കണമെന്നൊരു സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യം അവിടെ STPക്ക് ഒന്നും കാൻഡിഡേറ്റ് ഇല്ല. STPയെ സംബന്ധിച്ച് ചില മണ്ഡലങ്ങളിലൊക്കെ ശക്തമായിട്ട് വേരോട്ടമുള്ള പാർട്ടിയായിട്ട് STP വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ STPക്ക് കൃത്യമായിട്ടൊരു ബന്ധങ്ങളുണ്ട്. 17,000-8,000 വോട്ടുകളൊക്കെ അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ CPM-നായിരിക്കും ചെന്ന് ചേരാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദിവസമായി നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് STPI പിന്തുണ എന്ന് പറയുന്നത് LDF-നാണ്. അപ്പോൾ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കഴിഞ്ഞാലും എൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് എനിക്ക് അമ്പലപ്പുഴയിൽ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ള ശക്തമായിട്ടുള്ള കാര്യമാണ് സുധാകരൻ പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2026 സുധാകരൻ മത്സരിക്കുന്ന സമയത്ത് സുധാകരന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്നത് 63,069 വോട്ടുകളാണ്. അവിടെ അന്ന് ജനതാദളായിരുന്നു ഉണ്ടായിരുന്നത്. ജനതാദളിൽ ഷെയ്ഖ് പി ഹാരിസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു. അവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 40,448 വോട്ടുകളായിരുന്നു. അപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് ജയചന്ദ്രനായിരുന്നു. അവിടെ BJP കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 22,730 വോട്ടുകളാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ 10-23,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ അവിടെ വിജയിക്കുന്ന ഒരു സാഹചര്യം. അതായത് 63,000 വോട്ടുകളുടെ വോട്ട് അവിടെ കിട്ടിയിരുന്നു. പക്ഷെ 2021 വരുമ്പോഴും 60,000 വോട്ടിന്റെ മുകളിൽ അവിടെ സലാമിന് കിട്ടുന്നുണ്ട്. സലാം അന്ന് വാങ്ങിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 61,365 വോട്ടുകളാണ്. അന്ന് ലിജു ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. അദ്ദേഹം വാങ്ങിച്ചത് 50,240 വോട്ടുകളാണ്. അപ്പോൾ 10,000 വോട്ടുകളുടെ ഒരു ഡിഫറൻസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവിടെ അനൂപ് ആന്റണി ആയിരുന്നു വന്നത്. അനൂപ് ആന്റണിക്ക് 22,389 വോട്ടുകളാണ് കിട്ടിയത്. മത്സരിച്ചതിനെക്കാട്ടിലും വാർഡ് ഷെയർ കുറവായിരുന്നു. സലാം മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. എതിർ സ്ഥാനാർത്ഥിക്ക് അത്യാവശ്യം ഭൂരിപക്ഷം നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന റിപ്പോർട്ടുകൾ. ഇവിടുത്തെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടി വോട്ടുകൾ ഇപ്പോൾ 2,000 വോട്ടിന്റെ ഒരു വ്യത്യാസം മാത്രമേ സുധാകരൻ അവിടെ ഉണ്ടായിട്ടുള്ളൂ. സുധാകരന് അതിന്റെ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ 2,000 വോട്ടുകൾ മാത്രമാണുള്ളത്. പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള അധികം വോട്ടുകൾ കൂടുതലും പോയത് കോൺഗ്രസിനാണ്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും അമ്പലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ സുധാകരൻ അവിടെ വിജയിച്ചു. സുധാകരനെ അവിടെ നിലം പതിപ്പിക്കാൻ ഇറങ്ങാൻ പോകുന്നത് ഇരട്ടൻ ചങ്കനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. കൺവെൻഷനുകളുമായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വരിക എന്ന് പറയുന്നത് വെറും ഒരു കൺവെൻഷൻ അല്ല. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ അപ്പുറത്തേക്കും ഇപ്പൊ കണ്ണൂര് പോകുന്നത് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള വിമതരെ എങ്ങനെയെങ്കിലും ചെളിക്കുണ്ടിലാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പിണറായി സർക്കാർ അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന കൺവെൻഷനുകളുടെ ഒരു പ്രധാന ലക്ഷ്യം. അത് പാർട്ടി വോട്ടുകൾ യോജിപ്പിക്കുക, പാർട്ടി വോട്ടുകൾ വിഭാജനം ചെയ്ത് സുധാകരനിലേക്ക് പോകാതിരിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. അതിന്റെ അപ്പുറത്തേക്കും ബാക്കിയുള്ളടത്ത് ജനങ്ങളെ കാണുക അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ വരാൻ പോകുമ്പോൾ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുന്നതാണെങ്കിൽ അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പാർട്ടി വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകരുത് എന്നൊരു ലക്ഷ്യമാണ്. അതാണ് ഇപ്പോൾ ഉള്ള അജണ്ട. അവിടെ പാർട്ടി കൃത്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പണിയെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ആലപ്പുഴയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് അത്രയ്ക്ക് വിഷയമുള്ളൊരു സാഹചര്യമാണ്. അഥവാ സുധാകരൻ വിജയിച്ചു പോയി കഴിഞ്ഞാൽ എത്ര പേര് അതിൽ കണക്ക് പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പാർട്ടിയിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അതിന് ഉത്തരം പറയണം. അദ്ദേഹം വെറുതെ പോയതൊന്നുമല്ല.
അദ്ദേഹം കുറേ കാര്യങ്ങൾ ഉന്നയിച്ച് അവസാനം അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പായ സമയത്താണ് പാർട്ടി പുറത്താക്കിയില്ല, അദ്ദേഹം തന്നെ പോയതാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കുകയാണെങ്കിൽ അതിലും വലിയൊരു നാണക്കേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാനില്ല. കാരണം അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുകയാണ്. നമുക്കറിയാം പയ്യന്നൂർ എന്താണ് സംഭവിച്ചത്. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതിന് ഉത്തരം പറയാൻ ക്യാപ്സ്യൂളുകളുമായി വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് കണക്കുകൾ കാണിച്ച് ഇതാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ ചെളിക്കുണ്ടിലേക്ക് പോയി, അല്ലെങ്കിൽ മോശപ്പെട്ടവൻ, നികൃഷ്ടജീവി, നോക്കുകുത്തി, അങ്ങനെയുള്ള കുറേ വാക്കുകളിലേക്ക് അവർ പോകും. പക്ഷെ അവരുടെ പാർട്ടിയിലേക്കാണ് ഒരാൾ വരുന്നതെങ്കിലോ അവര് എന്തോ വലിയ ജനാധിപത്യ പാർട്ടിയിലേക്ക് വന്നു, ബാക്കിയുള്ള എല്ലാം ഉപേക്ഷിച്ച് നന്മയുടെ പാതയിലേക്ക് വന്നു എന്നൊക്കെയാണ് അവർ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതാണ് ഈ പാർട്ടി, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. തൻ്റെ പാർട്ടിയിൽ നിന്നും പോയ ആളുകൾ മാത്രമാണ്. പക്ഷേ ഒന്നാലോചിച്ചു, എത്ര കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന CPM-ന്റെ MLA ആയിരുന്ന CC മുകുന്ദൻ നാട്ടികയില് BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ CPM-ന്റെ MLA ആയിരുന്നു, നാട്ടികയിലെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. CPM വിട്ട് BJP-യിലേക്ക് പോയതും ഇവരെ എന്തുകൊണ്ട് പാർട്ടി ആക്ഷേപിക്കുന്നില്ല? BJP-യിലേക്ക് പോകുന്നവരെ ഒന്നും പാർട്ടി ആക്ഷേപിക്കാറില്ല. കോൺഗ്രസിലേക്ക് ഇപ്പൊ ഇവിടെ G. സുധാകരൻ കോൺഗ്രസിലേക്ക് പോയിട്ടില്ല. കോൺഗ്രസ്സുകാരാണ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ പിന്തുണ തരാം. എന്തുകൊണ്ടാണ്? G. സുധാകരൻ എന്ന് പറയുന്ന നേതാവ്, നമുക്കറിയാം BS-ന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്, അതിശക്തമായിട്ട് സമരങ്ങൾ നടത്തി കടന്നു വന്നിട്ടൊരു നേതാവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നേതാവ് അതൊരു അസറ്റാണ്. അപ്പൊ അദ്ദേഹത്തിന് പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായും. അല്ല, എന്തായാലും അമ്പലപ്പുഴ പോര് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് ശതമാനം പറയുന്നത് 50% ഭൂരിപക്ഷം, അല്ലെങ്കിൽ ഒരു 50-50 ചാൻസ് ആണുള്ളത്. G. സുധാകരൻ ഒട്ടും പിന്നാലെയല്ല, പിന്നിലുമല്ല. അപ്പോൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് മനോരമ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാതൃഭൂമിയോട് വിജയിക്കും. അതാണ് 50% ചാൻസ് ആണ് ഇപ്പോഴും അമ്പലപ്പുഴയിൽ കാണുന്നത്. ഇനി ബാക്കി ഒരു ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഷെയർ അല്ലാത്തത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം പറയട്ടെ എന്താണ് അവിടുത്തെ അമ്പലപ്പുഴ. പക്ഷേ എന്റെ ഒരു കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഒരു UDF-ന് അനുകൂലമായിട്ടുള്ള ട്രെൻഡിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ട്രെൻഡിൽ G. സുധാകരൻ വലിയൊരു ഭൂരിപക്ഷത്തിൽ, എങ്ങനെയാണോ 2026-ൽ 10-23,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ആ ഭൂരിപക്ഷത്തിലേക്ക് അവിടെ G. സുധാകരൻ എത്തി. അല്ല, ജയിക്കുമോ ഇല്ലയൊന്നും നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാം. കാരണം അമ്പലപ്പുഴയിലെ ആലപ്പുഴയിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമുക്കത് അതിന് മുൻപ് തന്നെ അവർ ജയിക്കുമെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായും ഇനിയിപ്പോ വരും ദിവസങ്ങളിലെ പുതിയ പോളുകളോ പുതിയ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാം.